ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരുടെയും ഒരു പരാതിയാണ് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടത്ര കൊഴുപ്പ് കിട്ടുന്നില്ല, വെള്ളം പോലെ ഇരിക്കുന്നു എന്നൊക്കെ. ഇന്ന് അതിനുള്ള മറുപടിയുമായി നല്ല അടിപൊളി ഒരു മുട്ടക്കറിയുമായാണ് നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത്. ആദ്യമായി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. വാഴയിലയിൽ ഒരു സദ്യ വിളമ്പുന്നത് പോലെയാണ് മുട്ടക്കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ വാഴയിലയിൽ കാണിച്ചുവെന്നേ ഉള്ളൂ കേട്ടോ. ഒരു മീഡിയം സൈസ് സവാള 3 എണ്ണം, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 1 ടീസ്പൂൺ, പച്ചമുളക് 3 എണ്ണം, വെളുത്തുള്ളി ഒരു 5 അല്ലി, തക്കാളി ചെറുത് ഒരു 2 എണ്ണം, കടുക്, കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ ഉപ്പും. ഉപ്പ് നമ്മൾ വാഴയിലയുടെ സൈഡിൽ വിളമ്പാൻ മറന്നു പോയത് കൊണ്ടാണ് കാണിക്കാഞ്ഞത് കേട്ടോ. അതിനാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഉപ്പ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ മുട്ടക്കറിയുടെ ആദ്യ പടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ഒരു ചട്ടി ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറിക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേന് നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ സവാള അരിഞ്ഞിരിക്കുന്നത് വളരെ ചെറിയ രീതിയിലാണ് കേട്ടോ. ചെറിയ രീതിയിൽ സവാള അരിഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടാനായിട്ട് സഹായിക്കും. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നതും സവാള നല്ലതുപോലെ വഴന്നു വരാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ്. അതിനുശേഷം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക് കീറി വെച്ചിരിക്കുകയാണ്. പച്ചമുളക് കീറി വെച്ചതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് നമ്മളൊരല്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ അതിലേക്ക് ഒരല്പം പോലും വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. സവാളയ്ക്ക് വെള്ളമുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാത്തത്. ഈ സമയത്ത് നമ്മുടെ സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇപ്പം നമ്മുടെ സവാളയും മറ്റ് ചേരുവകളും എല്ലാം നല്ല രീതിക്ക് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അതിനാവശ്യമുള്ള മറ്റ് സാധനങ്ങൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നീട് നമ്മൾ ഒരു 1/2 സ്പൂൺ ഗരം മസാല മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇതിൻ്റെ എല്ലാം പച്ച ചുവ മാറി കിട്ടുന്നവരെ ഇളക്കണം. അതിനുശേഷം നമ്മൾ മുൻപ് ഒരു 2 മീഡിയം സൈസ് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. ആ പഴുത്ത തക്കാളി നമ്മളിതിലേക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാണ് നമ്മളിതിലേക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി പേസ്റ്റിൻ്റെ പച്ചരുചി മാറി കിട്ടുന്നവരെ നല്ല രീതിയിൽ ഇത് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ മസാല ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഒരുമാതിരി നല്ല തിക്ക് ഗ്രേവി പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് പച്ചവെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളമല്ല, നമ്മൾ വെറും പച്ചവെള്ളമാണ് നമ്മുടെ ഈ മസാലയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മളിതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടകൾ ഓരോന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മുട്ടക്കറി ഏകദേശമൊക്കെ നല്ല കുറുകി വരുന്നുണ്ട് കേട്ടോ. നമ്മളധികം ചാറില്ലാതെ നല്ല കുറുകി വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേ രീതിക്ക് നല്ലപോലെ തിളച്ച് മുട്ടക്കറി നല്ലപോലെ റെഡിയായിട്ട് വരുന്നുണ്ട്. ഇനി ഒരു 1 മിനിറ്റ് സമയം കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ മുട്ടക്കറി കണ്ടോ, അടിപൊളി ഗ്രേവി ആയിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കുറുകി വന്നിട്ടുണ്ട്. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും പാലപ്പത്തിനും ഇടിയപ്പത്തിനുമൊക്കെ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറിയാണ് നമ്മളിന്നിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഒരുപാട് ചാറൊന്നുമില്ലാത്ത നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു മുട്ടക്കറി. ഈ മുട്ടക്കറി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക.
നിങ്ങളുടെ ഇഷ്ട ലൈക്കുകളിൽ കൂടി തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.